sp2 ഹൈബ്രിഡൈസേഷനാണ് നമ്മൾ അടുത്തായിട്ട്. ഹൈബ്രിഡൈസേഷൻ്റെ നെക്സ്റ്റ് പാർട്ട് sp2 ഹൈബ്രിഡൈസേഷനാണ്. ഇപ്പോൾ വാട്ടർ മോളിക്യൂൾ ഫോം ചെയ്യുന്നതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു. sp2 ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുമ്പോൾ p ഓർബിറ്റൽസ് 2 അല്ലേ, s ഓർബിറ്റൽ 1, അങ്ങനെയാണ് sp2 ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അതിൻ്റെ എക്സാമ്പിളായിട്ട് BF3 ബോറോൺ ട്രൈ ഫ്ലൂറൈഡ്. ബോറോണിൻ്റെ എന്ന് പറയുന്നത് 1s2 2s2 2p1 ഇങ്ങനെയാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, നമുക്ക് എഴുതി നോക്കാം. ഇത് 1s, ഇത് 2s, ഇത് 2p. 1s 1sൽ 2, 2sലും 2 ഓൾറെഡി ഉണ്ട്. 2pxലാണ് 1 ഉള്ളത് അല്ലേ, 2pxലാണ് 1 ഉള്ളത്. 2px, 2py, 2pz, 2pxലാണ് 1 ഉള്ളത്. ഇപ്പം എന്ത് സംഭവിക്കും, ഇവിടെ എന്താണ് സംഭവിക്കുന്നത് നോക്കുക. 1sൽ 2 ഇലക്ട്രോൺസ് അവിടെ ഇരിക്കട്ടെ, ഈ ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ട് പോകും അല്ലേ. അപ്പോൾ എന്താണ്, ഇവിടെ 2sൽ ഒരെണ്ണം വരും, ഇങ്ങോട്ട് പോകുമ്പോൾ 2pxൽ ഒരെണ്ണം, 2pyയിൽ ഒരെണ്ണം. ഓക്കെ, ഇപ്പോൾ 1s ഓർബിറ്റൽ ആൻഡ് 2p ഓർബിറ്റൽ കണ്ടോ, ഇങ്ങനെ വന്നു. അപ്പോൾ ഇതിൻ്റെ സ്ട്രക്ചർ ബോറോൺ ഇങ്ങനെയാണ്. ഇതിൻ്റെ സ്ട്രക്ചർ ബോറോൺ ഇങ്ങനെയാണെങ്കിൽ സ്ട്രക്ചർ നോക്കുക. ബോറോണിൻ്റെ ഇങ്ങനെ ബോറോൺ ട്രൈ ഫ്ലൂറൈഡാണ്, മനസ്സിലായില്ലേ. ഇതുപോലെ 3 ഭാഗത്തും ഉണ്ടാവും ഇങ്ങനെ. വൺ 120 ഡിഗ്രി ആയിരിക്കും ആംഗിൾ. ഇത് ഫ്ലോറിന്, ഇത് ഫ്ലോറിന്, ഇത് ഫ്ലോറിന്. ഓക്കെ, ഇതാണ് ബോറോൺ ട്രൈ ഫ്ലൂറൈഡ് എന്ന് പറയുന്നത്. ഇതെങ്ങനെയാണ്, 1 ഓഫ് ദി 2s ഇലക്ട്രോൺ ഈസ് പ്രൊമോട്ടഡ് ടു ദി വേക്കൻറ്റ് 2p ഓർബിറ്റൽ. 2sലെ ഒരു ഇലക്ട്രോൺ 2p ഓർബിറ്റലിലോട്ട് പ്രൊമോട്ട് ചെയ്തു, കണ്ടോ, പ്രൊമോട്ട് ചെയ്തു. ദീസ് 3 ഓർബിറ്റൽ, അതായത് 2s പിന്നെ 2p, 1 2sഉം 2 2pയും ഹൈബ്രിഡൈസ് ടു ഫോം 3 sp2 ഹൈബ്രിഡ് ഓർബിറ്റൽസ്. 3 sp2 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഉണ്ടാവും. ദി 3 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ആർ അറേഞ്ച്ഡ് ഇൻ എ ട്രൈഗണൽ പ്ലാനാർ മാൻ. ട്രൈഗണൽ പ്ലാനാർ മാനറിലാണിത് കിടക്കുന്നത്. ഈച്ച് ഓഫ് ദീസ് ഹൈബ്രിഡ് ഓർബിറ്റൽസ്, ഈ 3 ഹൈബ്രിഡ് ഓർബിറ്റൽസും ഓവർലാപ്പ് വിത്ത് 2p ഓർബിറ്റൽസ് ഓഫ് 3 ഫ്ലൂറിൻ. ആ ഫ്ലൂറിൻ്റെ 2pയുമായിട്ടാണ് ഓവർലാപ്പ് ചെയ്യുന്നത് ടു ഫോം 3 bf ബോൺസ്. അപ്പോൾ ട്രൈഗണൽ പ്ലാനാർ സ്ട്രക്ചറാണുള്ളത്. ഫ്ലൂറിൻ ബോറോൺ ഫ്ലൂറിൻ ബോണ്ട്, ബോറോൺ ഫ്ലൂറിൻ ബോണ്ട് എന്ന് പറയുന്നത് 120 ഡിഗ്രിയുമാണ്, മനസ്സിലായില്ലേ. ഇതുപോലെ തന്നെ ഈ എത്തിലീൻ C2H4 എത്തിലീൻ്റെ ഉണ്ട്. എത്തിലീൻ്റെ എന്ന് പറയുന്നത് C2H4 കാർബൺ ആണല്ലേ. കാർബണിൽ 1s ഉണ്ട്, ഓക്കെ, പിന്നെ 2s ഉണ്ട്, ഓക്കെ, പിന്നെ 2pയിൽ 1 2 3യിൽ 1 ഉണ്ട്, 2 ഉണ്ട് കാർബണിൻ്റെ. പക്ഷെ ഇതെന്ത് പറ്റും, ഇത് 1s അങ്ങനെ തന്നെ ഇരിക്കുന്നു, പക്ഷെ 2sൽ ഒരെണ്ണം എടുത്തിട്ട് എങ്ങോട്ട് പോകുന്നു, 2pയിൽ ഫുള്ളാവും. 1 2 3 4 അങ്ങനെ ടെട്രാ വാലൻ്റ് ആവും, കാർബൺ ടെട്രാ വാലൻ്റ് ആവും. അപ്പോൾ ഹൈഡ്രജനുമായിട്ട് ബോണ്ട് ചെയ്യുന്നു, ഹൈഡ്രജനുമായിട്ട്
ബോണ്ട് ചെയ്യുന്നു. അപ്പോൾ കാർബൺ ആറ്റത്തിനെ നമുക്ക് നോക്കാം. C2H4 എന്ന് പറയുമ്പോൾ 2 ഹൈഡ്രജൻ ആറ്റമേ ഉള്ളൂ അല്ലേ. അപ്പം ഇങ്ങനെ വരും. അപ്പം എത്ര വാലൻസി ഉണ്ട്? 1 2 3 4 ഉണ്ടല്ലേ. ഇത് ഹൈഡ്രജനുമായിട്ട് ഇനി അടുത്ത കാർബൺ, ഇതുപോലെ തന്നെ അടുത്ത കാർബൺ ഉണ്ട്. ഹൈഡ്രജൻ സിഗ്മ ബോണ്ട് അപ്പോൾ നോക്കാം ഇതെങ്ങനെയാണെന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ദി ഫോർമേഷൻ ഓഫ് എത്തിലീൻ അല്ലെങ്കിൽ ഇത്തീൻ എന്ന് പറയും. ബോത്ത് കാർബൺ ആറ്റംസ് അണ്ടർഗോ sp2 ഹൈബ്രിഡൈസേഷൻ. രണ്ടും sp2 ഹൈബ്രിഡൈസേഷനിലോട്ട് പോവുകയാണ്. ഒരു എസും sp2 ഹൈബ്രിഡൈസേഷൻ. ഇത് ഈ കാർബൺ ആറ്റം ഇവിടെ ഒരെണ്ണമുണ്ട്, ഇതുപോലെ തന്നെ ഒരു കാർബൺ ആറ്റവും കൂടി ഉണ്ടേ. അപ്പോൾ ഈ ഇത്രയാണ് എസും പിന്നെ 2p ഉള്ളൂ. ഒരു പീനകത്ത് ബന്ധപ്പെടാതെ അവിടെ നിൽക്കും. മനസ്സിലായി? ഒരു പി അവിടെ തന്നെ നിൽക്കും, ഒരെണ്ണം ഇങ്ങനെ തന്നെ നിൽക്കും. ഇതാണ് ഈ 1 2 3 ഈ 3 എണ്ണമാണ് എടുക്കുള്ളൂ അല്ലേ. അപ്പോൾ sp2 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഓഫ് 1 കാർബൺ ആറ്റം ഓവർലാപ്സ് വിത്ത് വൺ ഓഫ് ദി sp2 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഓഫ് അതർ കാർബൺ ആറ്റം ടു ഫോം കാർബൺ സിഗ്മ ബോണ്ട്. ഇപ്പോൾ കാർബൺ സിഗ്മ ബോണ്ട് ഒരെണ്ണം ഉണ്ടാവുന്നു. ദി അതർ sp2 ഹൈബ്രിഡ് ഓർബിറ്റൽസ്, ബാക്കിയുള്ള sp2 ഹൈബ്രിഡ് ഓർബിറ്റൽസ് എന്താണ്? ഓൺ ഈച്ച് കാർബൺ ആറ്റം ഓവർലാപ്പ് വിത്ത് 1s ഓർബിറ്റൽസ് ഓഫ് ഹൈഡ്രജൻ. ഇത് ഒരു sp2 ഇങ്ങോട്ട് പോകും കാർബൺ ആയിട്ട്, ബാക്കി 2 sp2 എങ്ങോട്ട് പോകുന്നു? ഹൈഡ്രജനായിട്ട് ഓവർലാപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നു അല്ലേ. അത് സിഗ്മ ബോണ്ടാണ്. ദി അൺഹൈബ്രിഡൈസ്ഡ് 2p ഓർബിറ്റൽസ് ഓഫ് 1 കാർബൺ ആറ്റം ഓവർലാപ്പ് സൈഡ് വൈസ് വിത്ത് ദി സിമിലർ ഓർബിറ്റൽസ് ഓഫ് ദി അതർ കാർബൺ ആറ്റം. ഉണ്ടോ? ഓവർലാപ്പ് ചെയ്യാതിരിക്കുന്നത്. ഓവർലാപ്പ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്, ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇങ്ങനെ ഓവർലാപ്പ് ചെയ്യാതെ ഈ ഒരെണ്ണം ഉണ്ടല്ലോ, ഈ ഒരെണ്ണം അടുത്ത കാർബൺ ആറ്റം, ഇത് നെക്സ്റ്റ് കാർബൺ ആറ്റത്തിനും ഇങ്ങനെ ഉണ്ടാവില്ലേ ഒരെണ്ണം. ഇതൊരു കാർബൺ ആറ്റമല്ലേ വരച്ചിട്ടുള്ളൂ, അടുത്ത കാർബൺ ആറ്റത്തിനും ഉണ്ട് ഇങ്ങനെ അല്ലേ. അപ്പോൾ അടുത്ത കാർബൺ ആറ്റത്തിന് ഒരു 2s ഒക്കെ ഉണ്ട്, ഒരു 1s ഒക്കെ ഉണ്ട് അതർ കാർബൺ ആറ്റത്തിനും. ഇതുപോലെ തന്നെ ഉണ്ട് ഇതിലും. അപ്പോൾ ഈ എന്താണ് sp2 അല്ലാത്ത ഒരു കാർബൺ ആറ്റം കണ്ടില്ലേ, ഒരു ഇലക്ട്രോൺ കണ്ടില്ലേ, ഇതിലും ഓരോ ഇലക്ട്രോൺ ഉണ്ട്. ആ ഇലക്ട്രോൺസ് എന്താണ്? സൈഡ് വൈസ് ലാറ്ററലായിട്ട് ബോണ്ട് ഉണ്ടാക്കുന്നു. ദി അൺഹൈബ്രിഡൈസ്ഡ് 2p ഓർബിറ്റൽസ് ഓഫ് 1 കാർബൺ ആറ്റം ഓവർലാപ്സ് സൈഡ് വൈസ് ദി സിമിലർ ഓർബിറ്റൽ ഓഫ് ദി അതർ കാർബൺ ആറ്റം ടു ഫോം കാർബൺ പൈ ബോണ്ട്. ഇത് പൈ ബോണ്ടാണ്, കാർബൺ പൈ ബോണ്ട്. ഇത്തീൻ മോളിക്യൂൾ കണ്ടെയ്ൻസ് 1 കാർബൺ സിഗ്മ ബോണ്ട്, 1 കാർബൺ ഡബിൾ ബോണ്ട്. ഇത് കാർബൺ ഡബിൾ ബോണ്ടാണ്. sp2 എന്ന് പറയുമ്പോൾ ഇതാണ് sp2. പിയിൽ 3 ഉണ്ട്. അപ്പോൾ പിയിൽ 2 ഇതിനകത്ത് ബോണ്ടിങ്ങിൽ ഈ ഹൈഡ്രജനായിട്ട് ഈ ആയിട്ടൊക്കെ പോയി. പക്ഷെ ഒരെണ്ണം ബാലൻസ് കിടപ്പുണ്ട്, അതാണ് ഇങ്ങനെ സൈഡ് വൈസ് ഓവർലാപ്പ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? പിന്നെ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഇങ്ങനെയും കൂടെ വരയ്ക്കേണ്ട സ്ട്രക്ചർ. കാർബൺ ഹൈഡ്രജനായിട്ടും സിഗ്മ ബോണ്ട്. കാർബൺ ഒരു സിഗ്മ ബോണ്ട്, ഹൈഡ്രജനായിട്ടൊരു സിഗ്മ ബോണ്ട്. പൈ ബോണ്ട് എന്ന് പറയുന്നത് ഇങ്ങനെ വരും. പൈ ബോണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. എന്ത്? എത്തീൻ മോളിക്യൂൾ, ഫോർമേഷൻ ഓഫ് എത്തീൻ മോളിക്യൂൾ. ഓക്കെ, അടുത്ത് sp ഹൈബ്രിഡൈസേഷൻ. ദി ഇൻ്റർമിക്സിങ് ഓഫ് 1s ആൻഡ് 1p ഓർബിറ്റൽ അല്ലേ. 1sഉം 1p ഓർബിറ്റലുമാണ്. ബോണ്ട് ആംഗിൾ 180 ഡിഗ്രിയാണ്. അപ്പോൾ നമുക്ക് ബെറിലിയം ഡൈഫ്ലൂറൈഡ് നോക്കാം.
അപ്പോൾ ബെർലിയം എന്ന് പറയുമ്പോൾ 1s 2s ഫുള്ളുണ്ട്. 2p സത്യം പറഞ്ഞാൽ ഒന്നുമില്ല. അതാണ് ദാറ്റ് ഈസ് 1s2 2s2 എന്നാണ് ഇതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. 2p ഒന്നുമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, ഈ 2s കിടക്കുന്നത് എന്തുവാണ്, ഇങ്ങോട്ട് പോകും. അപ്പോൾ ഒരു എസ്സും ഒരു പിയുമായി അല്ലേ. 2px ആണ്, 2py ആണ്, 2pz. ഓക്കെ, അപ്പോൾ അതെങ്ങനെ വരും, അത് ഇങ്ങനെ വരും. ഫ്ലോറിൻ ബെർലിയം ഇത് ബെർലിയം 2 ഫ്ലോറിൻ ഇങ്ങനെ വരും. അതായത് ബെർലിയം ഇവിടെ, ഫ്ലോറിൻ ഇവിടെ, ബോണ്ട് ആംഗിൾ 180. ഇതാണ് BeF2 മോളിക്യൂൾ, ബെർലിയം ഡൈഫ്ലോറൈഡിൻ്റെ sp ഹൈബ്രിഡൈസേഷൻ. ഇനി അതുപോലെ തന്നെ അസറ്റിലീൻ ഉണ്ട്. അസറ്റിലീന് മറ്റൊരു നെയിമാണ് എന്താണ്, ഈഥൈൻ, C2H2 ഈഥൈൻ. അസറ്റിലീൻ എന്ന് പറഞ്ഞാൽ 2 കാർബൺ ആറ്റം ആണല്ലേ. അപ്പോൾ കാർബൺ ആറ്റം 2 ആകുമ്പോൾ 1s കംപ്ലീറ്റഡ് ആണ്, 2s കംപ്ലീറ്റഡ് ആണ്, 2p 1 2 ഇതിനകത്തൊന്നുമില്ല. അപ്പോൾ ഈ 2s നിന്ന് ഇങ്ങോട്ട് പോകും. അപ്പോൾ 1 2 3 4 ഉണ്ടല്ലേ. ഇത് 4 ഉണ്ട്. ഇതുപോലെ 2 കാർബൺസ് ഉണ്ട്, 2 കാർബൺ ആറ്റംസ് ഉണ്ടല്ലേ. യെസ്. അപ്പോൾ ഇതെങ്ങനെയാണ്, ദി ഫോർമേഷൻ ഓഫ് അസ്റ്റൈൻ ബോത്ത് കാർബൺ ആറ്റംസ് അണ്ടർഗോ sp ഹൈബ്രിഡൈസേഷൻ. ഓരോ കാർബൺ ആറ്റവും sp ഹൈബ്രിഡ്. ഇപ്പോൾ എസ് നിന്ന് പിയിലോട്ട് പോയി, അപ്പോൾ sp ഹൈബ്രിഡൈസേഷൻ. One of the sp hybrid orbitals of one carbon atom overlap with the one of the sp hybrid orbitals of the other carbon atom to form carbon sigma bond. എങ്ങനെയാണ്, ഇവിടെ ഒരു ഫസ്റ്റിൽ ഒരു കാർബൺ സിഗ്മ ബോണ്ട് ഉണ്ടാവുന്നുണ്ട്, കണ്ടോ. കാർബൺ സിഗ്മ ബോണ്ട്. പിന്നെ ഒരെണ്ണോ CH2 എന്നല്ലേ പറഞ്ഞേക്കുന്നത്, ഹൈഡ്രജനും ആയിട്ട് അല്ലേ, ഹൈഡ്രജനും ആയിട്ട്. ഓക്കെ, അപ്പോൾ sp എന്ന് പറയുമ്പോൾ ഈ എസും ഈ പിയും ഉള്ളൂ. ഈ രണ്ടെണ്ണം ബാലൻസാണ്. ഈ രണ്ടെണ്ണം ബാലൻസ് ഉള്ള എങ്ങനെ ഇരിക്കും, ഇങ്ങനെ. ഇവിടെ അങ്ങനെ തന്നെ ബാലൻസ് ഉള്ളത് കണ്ടോ. അപ്പോൾ കാർബൺ ട്രിപ്പിൾ ബോണ്ട് കാർബൺ ആണ് ഇവിടെ, ട്രിപ്പിൾ ബോണ്ടാണ്. ട്രിപ്പിൾ ബോണ്ട് എന്ന് പറയുമ്പോൾ ഈച്ച് കാർബൺ ആറ്റം 3 ഇലക്ട്രോൺസ് വെച്ച് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ട്രിപ്പിൾ ബോണ്ട് വന്ന് 180 ആണ്. കാർബൺ എന്ന് പറയുന്നത് ട്രിപ്പിൾ ബോണ്ടാണ്, ഹൈഡ്രജനുമായിട്ട് ഡബിൾ ബോണ്ടാണ്. ഇതാണ് എന്ത്, അസറ്റിലീൻ്റെ. അപ്പോൾ അസറ്റിലീന് പ്രത്യേകം ശ്രദ്ധിക്കണം, എന്താണ്, ഇവിടെ കാർബൺ ഒരു സിഗ്മ ബോണ്ട് ഉണ്ട് അല്ലേ. പൈ ബോണ്ട് എത്ര ഉണ്ട്, പൈ ബോണ്ട് ട്രിപ്പിൾ ബോണ്ടാണ്. ട്രിപ്പിൾ ബോണ്ട് എന്ന് പറയുന്നത് ഒരു സിഗ്മ ബോണ്ട് ഉണ്ട്, പിന്നെ 2 പൈ ബോണ്ട് ഉണ്ട്. മനസ്സിലായില്ലേ. അപ്പോൾ കാർബൺ സിഗ്മ ബോണ്ട് ഒരെണ്ണമുണ്ട്, ഇത് കാർബൺ സിഗ്മ ബോണ്ട്. പിന്നെയോ ദി അതർ sp hybrid orbitals on each carbon atom overlaps with 1s orbital of hydrogen atom. sp ഹൈഡ്രജനുമായിട്ട് ബോണ്ടിങ് ആയി, അതും ഓക്കെ. ദി അൺഹൈബ്രിഡൈസ്ഡ് 2p ഓർബിറ്റൽ, ഇവിടെ കണ്ടില്ലേ ഈ രണ്ടെണ്ണം, ഇതും അൺഹൈബ്രിഡൈസ്ഡ് ആണ്. ഇത് അൺഹൈബ്രിഡൈസ്ഡ് രണ്ടെണ്ണം കൂടി 2 അൺഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ 2p ഓർബിറ്റൽ ചേർന്ന് എന്തുണ്ടാവുന്നു, പൈ ബോണ്ട് ഉണ്ടാവുന്നു, 2 പൈ ബോണ്ട്സ് ഉണ്ടാവുന്നു. അപ്പോൾ 2 പൈ ബോണ്ട്സും 1 സിഗ്മ ബോണ്ടും കൂടെ ചേർന്നാണ് എന്താ, ട്രിപ്പിൾ ബോണ്ട് ഫോം ചെയ്ത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഫോസ്ഫറസ് പെൻറ്റാ ക്ലോറൈഡ് വളരെ ഇമ്പോർട്ടൻ്റ്, എപ്പോഴും ചോദിക്കുന്നത് ഫോസ്ഫറസ് പെൻറ്റാ ക്ലോറൈഡ്. ഇതിൻ്റെ ഹൈബ്രിഡൈസേഷനും ഇതുപോലെ തന്നെ ഏതാണ്, sp ആണല്ലേ. 3s ആണ്, 3s നോക്കാം. 3s ഫോസ്ഫറസ് എന്ന് പറയുമ്പോൾ
അതിൻ്റെ 1s2 2s2 2p അതെല്ലാം കൂടെ കഴിഞ്ഞിട്ട് എന്താണ് 3s2 3s2 3p3 എന്നാണ്. എന്താണ് 3s2 3p3 എന്നാണ്. ഇങ്ങനെ 3s2 ഉണ്ട് 3p ഇങ്ങനെ. ഓക്കെ, ഡി ഓർബിറ്റൽ വേക്കൻ്റ് ആണ്. ഡി ഓർബിറ്റൽ 5 ആണല്ലോ ഡി ഓർബിറ്റലിന് 1 2 3 4 5 വേക്കൻ്റ് ആണ്. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ 3s എന്ന് ഒരെണ്ണം പോയിട്ട് എങ്ങോട്ട് പോകും? ഇവിടെ നിന്ന് പോയിട്ട് ഇവിടെ വരും. കണ്ടോ? ഇപ്പോൾ 1 2 3 4 5 അൺപെയർഡ് ഇലക്ട്രോൺസ് ആയി. ഓക്കെ, ഇതിനകത്ത് ഏതൊക്കെയാണ് ഓവർലാപ്പിങ്ങിലുള്ള? sp3d ആണ് അടുത്ത്. sp3d ഹൈബ്രിഡൈസേഷൻ ആയിട്ട് പറയുന്നത്. sp3d ഹൈബ്രിഡൈസേഷൻ. നെക്സ്റ്റ് അങ്ങോട്ടേക്ക് പോയി നമ്മൾ. ഓക്കെ, അപ്പോൾ നമ്മൾ sp കഴിഞ്ഞു, ഇനി sp3d ഹൈബ്രിഡൈസേഷൻ ആണ്. 3d sp3d sp3 ഉണ്ട്, p3 d ഒരെണ്ണം s ഒരെണ്ണം. കണ്ടോ? അങ്ങനെ വരും. അപ്പോൾ അതെങ്ങനെ വരും? അത് ഫോസ്ഫറസ് ഇവിടെ ഉണ്ട്. പെൻറ്റാ ക്ലോറൈഡ് എന്ന് പറയുമ്പോൾ ഒരു ക്ലോറിനിവിടെ, ഒരു ക്ലോറിനിവിടെ. ഓക്കെ, പിന്നെയോ ഒരു ക്ലോറിൻ ഇങ്ങനെ. ട്രൈഗണൽ ബൈ പിരമിഡൽ. ട്രൈഗണൽ ബൈ പിരമിഡൽ. ഇവിടെ എന്താണ് സംഭവിച്ചത്? ഗ്രൗണ്ട് സ്റ്റേറ്റിൽ എന്താണെന്ന് അറിയാമോ? നിയോണിൻ്റെ കഴിഞ്ഞിട്ട് എന്താണ് 3s2 3p3. ഇത് 1s2 ഉണ്ട്, 2s2 ഉണ്ട്, 2p6 ഉണ്ട് അല്ലേ? പിന്നെ 3s2 3p3 അങ്ങനെയാണ്. അത് നിയോൺ എന്ന് പറഞ്ഞിരിക്കുന്നത് അത് ആദ്യത്തെ എഴുതാണ്ടിരിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നതാണ്. അപ്പോൾ 3s2ൽ ഈ എസ്സിലെ 1 ഇലക്ട്രോൺ ഡിയിലോട്ട് വേക്കൻ്റ് ആയിട്ടുള്ള ഡിയിലേക്ക് പോകുന്നു. അപ്പോൾ എന്താണ്? ഒരു ഡി ഉണ്ട്, 3p ഉണ്ട്, 1s ഉണ്ട്. അതാണ് sp3d. s1 p3 d. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പോൾ 5 ഹാഫ് ഫീൽഡ് അൺപെയർഡ് ഹാഫ് ഫീൽഡ് ഓർബിറ്റൽസോടെ വരികയാണ്. ഈച്ച് ഓഫ് ദി sp3 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഓവർലാപ്പ് വിത്ത് 3p ഓർബിറ്റൽ ഓഫ് ഈച്ച് ക്ലോറിൻ ആറ്റം. ക്ലോറിൻ ആറ്റത്തിന് 3p ഓർബിറ്റലാണ്. അപ്പോൾ ഓരോ 3p ക്ലോറിൻ്റെ 3p ഓർബിറ്റലുണ്ടല്ലോ ആയിട്ട് sp3d ഹൈബ്രിഡ് 5 sp3 ഹൈബ്രിഡ് ഇല്ലേ? അതിനകത്ത് 5 ക്ലോറിൻ ആറ്റവുമായിട്ട് ഓവർലാപ്പ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഈ സ്ട്രക്ചർ കിട്ടുന്നു. ഇതാണ് sp3d എന്ന് പറയുന്നത്. ലാസ്റ്റ് വണ്ണാണ് നമ്മൾ പറയുന്നത്. അതെന്തായിരിക്കും? sp3d2. d അല്ല, d2 കൂടിയുണ്ട്, അതുകൂടെ പറഞ്ഞാൽ അത് തീരും. sp3d2 എന്ന് പറയുമ്പോൾ അതങ്ങനെയായിരിക്കും. അത് സൾഫർ ഹെക്സാഫ്ലോറൈഡും ആയിട്ട് നമുക്ക് ബന്ധപ്പെടുത്തി നോക്കാം. അതാണ് അവിടെ 3sലുണ്ട് 1 2. ഓക്കെ, 1 2. 3pയിലുണ്ട് 1 2. ഇവിടെ 1 ഇത് കംപ്ലീറ്റ്ലി അൺപെയർഡില്ല, കംപ്ലീറ്റ്ലി ഫിൽട്ടാണിത്. ഇവിടെ 3d ഉണ്ടല്ലോ. 3dയിൽ 5 ഓർബിറ്റൽസ് അല്ലേ? ഈ ഒരെണ്ണം അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് പോകും. ഈ എസ്സിൽ ഒരെണ്ണം അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് പോകും. അപ്പോൾ എന്താ 1 2 3 4 5 6 6 ഉണ്ട്. അതാണ് s1 3 3 da2. ഇതാണ് sp3d2 ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫ്ലോറിൻ ഹെക്സാഫ്ലോറിൻ സൾഫർ ഇതുണ്ട്. അപ്പോൾ 5 ആണല്ലോ. 5 1 2 3 4 5 6 ആണുള്ളത്. ഇത് ഫ്ലോറിൻ. ഓക്കെ, ഇതല്പം ലെങ്തി ആയിട്ടിരിക്കും. കണ്ടോ? ഫ്ലോറിൻ ഇങ്ങനെ. ഒക്ടാഹെഡ്രൽ. ഇതാണ് ഒക്ടാഹെഡ്രൽ അറേഞ്ച്മെൻറ്റ് എന്ന് പറയും ഇതിന്. ഓക്കെ, നമ്മൾ മോളിക്കുലാർ ഓർബിറ്റൽ തിയറിയാണ് നമ്മളിനി നോക്കുന്നത്. മോളിക്കുലാർ ഓർബിറ്റൽ തിയറി ഹണ്ട് ആൻഡ് വിളിക്കനാണ് ഈ മോളിക്കുലാർ ഓർബിറ്റൽ തിയറി പ്രപ്പോസ് ചെയ്തത്. എന്താണ് മോളിക്കുലാർ ഓർബിറ്റൽ തിയറി?
In molecules, electrons are present in a special type of orbitals called molecular orbitals. ആറ്റംസ് ആറ്റോമിക് ഓർബിറ്റലിലാണ്, പക്ഷെ ആറ്റംസ് ചേർന്ന് മോളിക്യൂൾ ആകുമ്പോൾ മോളിക്കുലാർ ഓർബിറ്റൽ എന്ന് പറയുന്ന സ്പെഷ്യൽ ഓർബിറ്റലിലാണ് ഇലക്ട്രോൺ ഇരിക്കുന്നത്. ലൈക്ക് ആറ്റോമിക് ഓർബിറ്റൽസ്, ദി മോളിക്കുലാർ ഓർബിറ്റൽസ് ആർ ക്യാരക്ടറൈസ്ഡ് ബൈ എ സെറ്റ് ഓഫ് ക്വാണ്ടം നമ്പേഴ്സ്. നമുക്കറിയാം ആറ്റോമിക് ഓർബിറ്റൽ ക്വാണ്ടം നമ്പേഴ്സ് ഉണ്ട് അല്ലേ. ക്വാണ്ടം നമ്പേഴ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ക്വാണ്ടം നമ്പർ വെച്ചിട്ടാണ് ആറ്റോമിക് ഓർബിറ്റലിൽ ഇലക്ട്രോണുകൾ ഫില്ല് ചെയ്തെടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ മോളിക്കുലാർ ഓർബിറ്റലും അതെ. മോളിക്കുലാർ ഓർബിറ്റൽസ് ആർ ഫോംഡ് ബൈ ദി കോമ്പിനേഷൻ ഓഫ് ആറ്റോമിക് ഓർബിറ്റൽസ് ഓഫ് നിയർലി സെയിം എനർജി ആൻഡ് പ്രോപ്പർ സിമിട്രി. ഏകദേശം സെയിം എനർജി ഉള്ളതും നിയർലി സെയിം എനർജി ഉള്ളതും ഏകദേശം ഒരേപോലെ സിമിട്രി ഉള്ളതുമായിട്ടുള്ള ആറ്റോമിക് ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്താണ് മോളിക്കുലാർ ഓർബിറ്റൽ ഉണ്ടാകുന്നത്. അടുത്ത് ദി മോളിക്കുലാർ ഓർബിറ്റൽസ് ആർ അസോസിയേറ്റഡ് വിത്ത് ദി ന്യൂക്ലി ഓഫ് ഓൾ ദി ആറ്റംസ് കൺസ്റ്റിറ്റ്യൂട്ടിങ് ദി മോളിക്യൂൾ. നമുക്കറിയാം ഒരു ആറ്റോമിക് ഓർബിറ്റലാണ് ഈ ആറ്റത്തിൻ്റെ ന്യൂക്ലിയസുമായിട്ടാണ് റിലേഷൻ. ഈ ആറ്റോമിക് ഓർബിറ്റൽസ് ചേർന്നിട്ട് മോളിക്കുലാർ ഓർബിറ്റൽ കയറുമ്പോൾ ഈ മോളിക്കുലാർ ഓർബിറ്റലിന് എല്ലാത്തിനും അതിനകത്ത് എത്ര ആറ്റം ഉണ്ടോ അത്രയും ആറ്റത്തിൻ്റെ ന്യൂക്ലിയസുമായിട്ട് അസോസിയേറ്റഡ് ആണ്. ദി നമ്പർ ഓഫ് മോളിക്കുലാർ ഓർബിറ്റൽസ് ഫോംഡ് ഈസ് ഈക്വൽ ടു ദി നമ്പർ ഓഫ് ആറ്റോമിക് ഓർബിറ്റൽസ്. ഇപ്പോൾ 5 ആറ്റോമിക് ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്താൽ 5 മോളിക്കുലാർ ഓർബിറ്റലാണ് ഉണ്ടാവുക. അപ്പോൾ ആറ്റോമിക് ഓർബിറ്റൽസിൻ്റെ നമ്പറും മോളിക്കുലാർ ഓർബിറ്റൽസിൻ്റെ നമ്പറും സെയിം ആയിരിക്കും. ദി മോളിക്കുലാർ ഓർബിറ്റൽസ് ആർ ഫിൽഡ് ഇൻ ദി ഇൻക്രീസിങ് ഓർഡർ ഓഫ് എനർജീസ്. ഓഫ് പ്രിൻസിപ്പിൾ വെച്ചിട്ട് തന്നെയാണ് ഏറ്റവും കുറവുള്ള ലീസ്റ്റ് ആയിട്ടുള്ള എനർജി ആദ്യം ഫില്ലാവുന്നു, ആ ഓർബിറ്റിൽ ഫില്ലാവുന്നു, പിന്നെ എനർജിയുടെ ഇൻക്രീസിങ് ഓർഡറിലാണ് ഫില്ലായിട്ട് വരുന്നത്. അതുപോലെ പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിളൊക്കെ ഹൺസ് റൂളൊക്കെ ഒബേ ചെയ്ത് തന്നെയാണിത് ഫില്ലായിട്ട് വരുന്നത്. മനസ്സിലായില്ലേ? ഇതാണ് മോളിക്കുലാർ ഓർബിറ്റൽ തിയറി.